പ്രൈസ് ദ ലോർഡ്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. ആമേൻ. നിങ്ങൾ ദുഃഖിച്ചും ഭാരപ്പെട്ടും വേദനിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണോ? ആമേൻ. എങ്കിൽ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരിക. നിങ്ങളുടെ ഹൃദയത്തിലെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. ആമേൻ. അവൻ നിങ്ങളെ പുലർത്തും കേട്ടോ. അവൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഒരമ്മ ആശ്വസിപ്പിക്കുന്നത് പോലെ കർത്താവ് നിങ്ങളെ ആശ്വസിപ്പിക്കും. നിങ്ങൾക്ക് ഏത് വിഷയമാണ് പരിഹരിക്കുവാൻ കഴിയുന്നില്ല എന്ന് ചിന്തിക്കുന്നത്, ആ വിഷയത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. ഒരു മനുഷ്യനിലും ആശ്രയിക്കുന്നതിനേക്കാളും നല്ലത് കർത്താവിൽ ആശ്രയിക്കുന്നതാണ് ദൈവമക്കളെ. നമ്മുടെ ആശ്രയമൊക്കെയും ഈ ഭൂമിയിൽ അറ്റുപോകുമ്പോൾ സ്വർഗത്തിൽ നിന്നും നമ്മളെ സഹായിക്കുന്ന ഒരു കരമുണ്ട്, യേശുപ്പൻ്റെ കരം. ആ ദൈവം നമ്മളെ മാറോട് ചേർത്തണയ്ക്കുകയും അവൻ നമ്മുടെ ആമേൻ എല്ലാ അവസ്ഥകളും കൂടെ ഇരിക്കുകയും നമ്മളെ വഴി നടത്തുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും നമ്മളെ കരുതുകയും ചേർത്ത് ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു കർത്താവ്. ആ കർത്താവിനെ പലപ്പോഴും മറന്നു പോകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ പല ദുഃഖങ്ങളും കടന്നു വരുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നത്തെയും അതിജീവിക്കുവാൻ ആമേൻ നമ്മുടെ ബുദ്ധി കൊണ്ട് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ആ ദൈവിക സമാധാനത്തെ നമ്മുടെ ഹൃദയത്തിൽ നൽകുവാൻ അത് സർവശക്തനായ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്നുള്ളൊരു സത്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ഹൃദയത്തെ ദൈവത്തിൽ പകരുവാനായിട്ട് ഇടയായിത്തീരണം. ആ ഹൃദയത്തിൽ സമാധാനവും സന്തോഷവും കരുതലും നൽകാൻ ആമേൻ എൻ്റെ ദൈവത്തിന് കഴിയും. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ വിടുവിക്കട്ടെ. ദൈവം നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. നിങ്ങൾ ദുഃഖിക്കുന്ന വിഷയത്തിന്മേൽ ഇന്നു മുതൽ ഒരു ആശ്വാസം ദൈവം തരട്ടെ. ആമേൻ.